ഹലോ എവരിവൺ, എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം നമ്മുടെ സിസ്റ്റമൊക്കെ അടിച്ചു പോയായിരുന്നു. അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും സമയങ്ങൾ ഒരുപാട് പോയി. എന്തായാലും ഇന്ന് ഞാനൊരു പ്രേത സിനിമയുടെ കഥ പറയാം. ഈ അടുത്ത് റിലീസ് ചെയ്ത കിഷ്കിന്ധാപുരി, ആ സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിലെ തന്നെ സുവർണമായ എന്നൊരു റേഡിയോ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ ഒരു വണ്ടി ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതിങ്ങനെ പറന്ന് അവിടുത്തെ ചില്ലും പൊട്ടിച്ചകത്തേക്ക് കയറുമ്പോൾ സുവർണമായ റേഡിയോ സ്റ്റേഷനിലെ കറണ്ട് മുഴുവനായി ഓഫാകുന്നു. ഇതേ സമയത്ത് ഒരു 6 പേര് ഈ റേഡിയോ സ്റ്റേഷനുള്ളിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവർ സംസാരിക്കുന്നുണ്ട്. എടാ, നമ്മൾ ചെയ്ത കാര്യം ആരെങ്കിലും അറിഞ്ഞാ എന്താകുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. കൂടെയുള്ളവൻ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കെ, കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കരയുന്നത് പുറത്തുനിന്ന് കേൾക്കാം. അതിങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. അതിലൊരുത്തം പറയും, എടാ നീ ഒന്ന് പോയി പുറത്ത് നോക്ക്, ഇത് ആരാണെന്നുള്ളത് നോക്കാൻ പറയും. പക്ഷെ അവർക്കെല്ലാം പേടിയാണ്. അവസാനം അവരൊരു 5 പേര് കൂടി പുറത്തേക്ക് പോവുകയാണ്. അതിലൊരാൾ പറയും, എനിക്ക് പേടിയാണ്, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങൾ പോയി നോക്കിയിട്ട് വരാൻ പറയും. അങ്ങനെ അവനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കി 5 പേരും കൂടി ഈ റേഡിയോ സ്റ്റേഷന്റെ ബേസ്മെന്റിലേക്ക് പോവുകയാണ്. അവരവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ശബ്ദമല്ലാതെ ഒരു സ്ത്രീയെയും അവിടെ കാണാനില്ല. അങ്ങനെ അവർ തിരയുന്നതിന്റെ ഇടയിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പയ്യൻ മേളിൽ നിൽപ്പില്ലേ, അവൻ അലറി വിളിച്ചുകൊണ്ട് ഇവരുടെ ഇടയിലേക്ക് വന്നു വീഴും. അവർ ചോദിക്കും, എന്താ കാര്യം? പക്ഷേ അവന് പേടികൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. മേളിൽ ആരോ ഉണ്ട് എന്നവൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് അവിടുത്തെ റേഡിയോ തന്നെ ഓണാകും. എന്നിട്ട് അതിലൊരു സ്ത്രീയുടെ സൗണ്ട് കേൾക്കാം. സുവർണമായ റേഡിയോ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ റേഡിയോ സ്റ്റേഷൻ ഇത്രയും ഫേമസ് ആവാൻ നിങ്ങൾ തന്നെയാണ് കാരണം. എന്നാൽ ഈ റേഡിയോ സ്റ്റേഷന്റെ അവസാനവും ഇന്ന് തന്നെയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു പുതിയ പാട്ട് പ്രക്ഷേപണം ചെയ്യുന്നു. ഇത് നിങ്ങൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ നിൽക്കുന്ന 6 പേരാണ് എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു തീരുന്നതോടെ ആ ചില്ല് പൊട്ടിച്ചകത്തേക്ക് വന്ന ആ വണ്ട് ആ 6 പേരെയും അതിക്രൂരമായി കൊല്ലും. മരിച്ചു വീഴുന്ന അവരുടെ ബോഡി സ്വസ്തിക് ചിഹ്നം പോലെയാണ് ആ നിലത്ത് കിടക്കുന്നത്. ഈ ഭീകരമായ ദൃശ്യവും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി തുടങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ പ്രസന്റില് ലോക്കോ പൈലറ്റും അസിസ്റ്റന്റും അവര് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നോട്ടീസ് കിട്ടുന്നു. അതിൽ ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലോക്കോ പൈലറ്റ് ചോദിക്കും, ഗോസ്റ്റ് വാക്കിംഗ് ടൂറോ, അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേത സിനിമകളും അതുപോലെ പ്രേത കഥകളും ഇഷ്ടപ്പെടുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവര് യഥാർത്ഥ പ്രേത ശല്യമുള്ള വീടുകളിലേക്കും അതുപോലെ സ്ഥലങ്ങളിലേക്കും ഒരു ടൂർ പോലെ കൊണ്ടുപോവുകയും അവിടെയുള്ള പ്രേതത്തെ കാണിച്ചു തരികയും ചെയ്യും. അങ്ങനെ പ്രേതത്തിന്റെ കൂടെ നമുക്ക് ഒരു ടൂർ പോലെ ചെയ്യാം. അതാണ് ഗോസ്റ്റ് വാക്കിംഗ് ടൂർ. നമുക്ക് പോയാലോ? അപ്പോൾ ലോക്കോ പൈലറ്റ് പറയും, നമുക്ക് ഒരുപാട് ജോലിയുണ്ട്, അതിന്റെ ഇടയ്ക്കാണ് നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ, നമുക്ക് നമ്മുടെ ജോലി നോക്കാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകും. ഈ സമയത്ത് ഹീറോയിനും കുറെ ഫ്രണ്ട്സും ഹീറോയെ കാത്ത് ഒരു ഉത്സവം നടക്കുന്ന അമ്പലത്തിനടുത്ത് നിൽക്കുകയാണ്. ഈ ഗോസ്റ്റ് വാക്കിംഗ് ടൂർ നടത്തുന്നത് ഈ നായകനും അവന്റെ ഫ്രണ്ട്സും ചേർന്നാണ്. അവൻ വരാൻ ഒരുപാട് വൈകുന്നതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ബഹളം വെക്കുന്നുണ്ട്. അതായത് ഈ ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് പോകാൻ വേണ്ടി അവരുടെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ. ഇതേ സമയത്ത് ഒരു കള്ളച്ചെറുക്കൻ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തെറ്റാലിയില്ലേ, അത് വെച്ചിട്ട് ബലൂൺ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതിലേക്ക് തെറ്റും. അപ്പൊ കല്ല് ചെന്ന് കൊണ്ട് ഈ ബലൂൺ പൊട്ടി കുറെ കുരങ്ങുകൾ പേടിക്കും. അപ്പോ ഈ കുരങ്ങുകൾ ഇവനെ ആക്രമിക്കാൻ വേണ്ടി ഇവനെ ഇട്ട് ഓടിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഒരു വല്യമ്മയുടെ അടുത്തേക്ക് കുരങ്ങ് എന്ന് കഴിയുമ്പോൾ ആ പാത്രം വെച്ച് ആ കുരങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ വീണ്ടും കുരങ്ങുകളെല്ലാം ദേഷ്യം വന്ന് അവിടെയുള്ള ആളുകളെ എല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെയുള്ള കരണ്ടും പോകും. അപ്പോഴാണ് നായകന്റെ എൻട്രി. അയാള് വന്ന് അതിവിദഗ്ധമായിട്ട് ആ കുരങ്ങുകളുടെ കയ്യിലേക്ക് അവിടെ ഇരുന്ന കുറെ കരിമ്പിന്റെ തണ്ട് ഒടിച്ച് ആ കുരങ്ങുകൾക്കെല്ലാം എറിഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ ഈ കരിമ്പിൻ തണ്ട് കിട്ടിയ കുരങ്ങുകളെല്ലാം അവിടെ നിന്ന് ആക്രമണത്തിൽ നിന്ന് ഒഴിവായി പോകും. പക്ഷെ ഒരു അമ്മ കുരങ്ങും അതിന്റെ കുഞ്ഞും ഇവരെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ട്രാൻസ്ഫോമർ പൊട്ടി അവിടെയെല്ലാം തീ പിടിക്കും. അങ്ങനെ തീ പിടിച്ചൊരു കൂടാരത്തിന്റെ ഉള്ളിലായി പോകും ഈ അമ്മക്കുരങ്ങിന്റെ കൊച്ച്. നായകൻ അവന്റെ ജീവൻ പണയം വെച്ച് ആ കുഞ്ഞിനെ രക്ഷിച്ച് തിരിച്ച് അമ്മക്കുരങ്ങിന് തന്നെ കൊടുക്കും. അപ്പോ ഇവരാരും ഉപദ്രവകാരികളല്ല എന്ന് മനസ്സിലാക്കിയ കുരങ്ങ് അവരെ ആക്രമിക്കുന്ന നിർത്തി തിരികെ പോകും. അപ്പോൾ ഒരു പൂജാരി വന്നിട്ട് ചോദിക്കും, ഇന്നത്തെ കാലത്ത് മനുഷ്യനെ പോലും സഹായിക്കുന്നില്ല, അന്നേരം എങ്ങനെയാണ് നിനക്കൊരു കുരങ്ങിനെ സഹായിക്കാൻ കഴിഞ്ഞത്? അവൻ പറയും, ഒരു പ്രശ്നമുണ്ടായാൽ അത് മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ആ പ്രശ്നം എന്റേതായി തന്നെയാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് മനുഷ്യനായാലും മൃഗമാണെങ്കിലും ഞാൻ സഹായിക്കും എന്ന് പറയുമ്പോൾ അവനോട് ഇഷ്ടം തോന്നിയ ആ പൂജാരി രാമന്റെ പാദത്തിൽ പൂജിച്ചതാണ് എന്ന് പറഞ്ഞുള്ള ഒരു വള അവന്റെ കയ്യിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അവന്റെ ക്ലയന്റിനെ എല്ലാം വിളിച്ചുകൊണ്ട് അവൻ ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് പോവാണ്. അങ്ങനെ അവരൊരു പഴകിയ ഒരു കെട്ടിടത്തിന്റെ ഫ്രണ്ടിലെത്തും. നായകൻ പറയും, ഇവിടെ പ്രേതമുണ്ട്, എനിക്കറിയാൻ പറ്റുന്നുണ്ട്, ഇവിടെ പ്രേതമുണ്ട് എന്നിങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയില്ലേ നായകൻ വരാൻ താമസിച്ചെന്നും പറഞ്ഞ് അവൻ പറയും, എവിടെ പ്രേതം, നീ ഒന്ന് കാണിച്ചു തന്നെ, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലാണ്ട് ഇവിടെ ഒരു പ്രേതവും ഇല്ലല്ലോ
ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നായകൻ അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് വീടിനകത്തേക്ക് കയറും. കൂടെ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ പുള്ളി ഓരോ കാര്യങ്ങൾ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രേതത്തെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പ്രേതമല്ല, ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവൻ ആ കഥ പറയുന്നതിനിടയിൽ വീണ്ടും അങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ ആ പ്രേതം അവിടെ ഇല്ല. അതിനുശേഷം അവരൊരു കട്ടിലൊക്കെ കാണിച്ചിട്ട് പറയും, ഈ ബിൽഡിംഗ് പടന്നിരിക്കുന്നത് തന്നെ ഒരു ശവപ്പറമ്പിന് മേളിലാണ്. ഈ കട്ടിലിന്റെ അടിയിൽ ഒരു ശവത്തെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്ന സമയത്ത് ഇവർ മെഷീൻ വെച്ച് ആ കട്ടിൽ പൊക്കും. അങ്ങനെ പൊക്കി വായുവിൽ നിർത്തിയിട്ട് പെട്ടെന്ന് താഴ്ത്തോട്ടിടും. എന്നിട്ട് ഇവരെ എല്ലാം പേടിപ്പിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. പക്ഷേ ആ കൂടെയുള്ള ആ ഒരുത്തനുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് നായകനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, അവൻ പറയും, നീ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഈ കഥയല്ലല്ലോ പറഞ്ഞത്, നീ ഓരോ തവണ വരുമ്പോൾ ഓരോ കഥയാണോ പറയുന്നതെന്ന് ചോദിക്കും. നായകൻ വീണ്ടും കുടുങ്ങി. അവൻ പറയും, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ, പക്ഷേ ഇവിടെയുള്ള പ്രേതം നിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നീ അത് വേറെ രീതിയിൽ കേൾക്കുന്നതാ. ഞാൻ പറയുന്നതൊക്കെ സെയിം തന്നെയാ, നിന്റെ മൈൻഡ് പ്രേതം കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നീ വേറെ രീതിയിലാണെന്ന് മനസ്സിലാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും പേടിപ്പിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സെറ്റ് ചെയ്ത അടുത്ത പ്രേതവും അവരുടെ ഫ്രണ്ടിലേക്ക് വന്ന് വീഴും. വീണ്ടും അവരെ എല്ലാം വിളിച്ചുകൊണ്ട് അവൻ അവിടുന്ന് പോരുകയാണ്. പിറ്റേ ദിവസം നായിക ഉണരുമ്പോൾ പുറത്ത് കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് പന്ത് വന്നുകൊണ്ട് അവിടുത്തെ ജനാല പൊട്ടി അകത്തേക്ക് വരും. പിള്ളേര് പന്ത് ചോദിച്ചിട്ടും അവള് കൊടുക്കത്തില്ല. അവസാനം ഒരു പെങ്കൊച്ച് അവന്റെ അടുത്ത് വന്ന് പറയും, ഈ ചേച്ചി ബോൾ തരുന്നില്ല. അങ്ങനെ കംപ്ലൈന്റ് പറയുമ്പോൾ അവൻ ആ ബോൾ വാങ്ങിച്ചാൽ പിള്ളേർക്ക് കൊടുക്കും. അതിനുശേഷം ചെറിയ റൊമാൻസ് ഒക്കെയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവർ ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത്തവണ ആദ്യം വന്ന ആ ചൊറിയുന്നവനുണ്ടല്ലോ, അവൻ വീണ്ടും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റും ഇവരുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അതും കൂടാതെ ഇവരുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ മാനേജർ ചോദിക്കും, ആ കുട്ടിയും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? നായകൻ പറയും, ഞാൻ അവളുടെ അടുത്തൊരു ബെറ്റ് വെച്ചിരുന്നു. ബെറ്റിൽ തോക്കുകയാണെങ്കിൽ അവൾ എന്നും സ്കൂളിൽ പോകണം കറക്റ്റായിട്ട്. ഇനി അവൾ ബെറ്റ് ജയിക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഞാൻ ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് കൂട്ടിക്കൊണ്ട് പോകാമെന്നും വാക്ക് കൊടുത്തിരുന്നു. എന്റെ കാലക്കേടിന് ആ ബെറ്റ് ഞാൻ തോറ്റു സാർ. അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോയേ പറ്റത്തുള്ളൂ. അത് സാരമില്ല, ഞാൻ അവളെ നോക്കിക്കോളാം, ഒരു പ്രശ്നവും സംഭവിക്കില്ല. അപ്പോൾ അയാൾ പറയും, നമ്മുടെ ഈ പ്രോഗ്രാമിൽ വളരെ നെഗറ്റീവ് റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം ഒരു പോസിറ്റീവ് റിവ്യൂവിലേക്ക് വരുത്താൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ഞാൻ ഈ നാട്ടിലുള്ള പ്രേതബാധയുള്ള പല സ്ഥലങ്ങളുടെയും പേരുകൾ, പല വീടുകളുടെയും പേരുകൾ ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോ മറ്റേ ആ ചൊറിയുന്നവനുണ്ടല്ലോ, അവനാണ് ഓടി വന്ന് എടുക്കുന്നത്. അവൻ പറയും, പ്രേതത്തെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞ് അവൻ ഒരെണ്ണം എടുക്കും. അത് നായിക വായിച്ചു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് സുവർണമായ റേഡിയോ സ്റ്റേഷൻ എന്നാണ്. നമ്മൾ തുടക്കത്തിലേ കണ്ട ആ റേഡിയോ സ്റ്റേഷൻ. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് തന്നെ ചില പ്രേതങ്ങളുടെ സാന്നിധ്യം ആ റേഡിയോ സ്റ്റേഷന് ചുറ്റും കാണിക്കുന്നുണ്ട്. അതിന്റെ ഗേറ്റ് ഇളകുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. അവരവിടെ എത്തി. ആ വാതിലെല്ലാം പൂട്ടി വെച്ചിരിക്കുന്നത് വലിയ ചങ്ങല കൊണ്ടും മാന്ത്രിക ചരടുകൾ കൊണ്ടും ശൂലം കൊണ്ടും ഒക്കെ പൂജ ചെയ്ത് ആ ഡോറ് ബന്ധിച്ചിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ വലിയൊരു പൂജ ഇതിനു മുമ്പ് അവിടെ നടന്നിട്ടുണ്ടാവാം. നായകൻ അതൊന്നും വകവെക്കാതെ ഇതെല്ലാം മാനേജർ ചെയ്ത എന്തോ സെറ്റപ്പ് ആണെന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന ഒരു ശൂലം ഉപയോഗിച്ച് വളരെ ശക്തിയായിട്ട് ആ പൂട്ട് പൊളിച്ച് കതക് തുറക്കും. അങ്ങനെ അവരകത്ത് കടക്കുമ്പോഴെല്ലാം വളരെ അപശകുനമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ വവ്വാൽക്കൂട്ടം വന്ന് ഇവരെ ആക്രമിക്കും. ഇവരെ ടോർച്ചൊക്കെ തെളിച്ച് അതിന്റെ അകത്തോടെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. അപ്പോ ആ ചൊറിയനുണ്ടല്ലോ, അവൻ വീണ്ടും ചോദിക്കും, ഈ പ്രേതം എവിടെ ഇരിക്കണം, ഇതുവരെയായിട്ട് എന്താ വരാത്തെ? നായകൻ വിചാരിക്കും, ഈ ഡയറക്ടർ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം സെറ്റ് ആവുന്നില്ലല്ലോ, ഒരുപക്ഷെ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക പറയും, ഇത് റേഡിയോ സ്റ്റേഷൻ അല്ലേ, അതുകൊണ്ട് പ്രേതമുള്ളത് റേഡിയോയ്ക്കകത്താണ് എന്ന് പറയും. അപ്പോൾ അവരവിടെ ഇരിക്കുന്ന റേഡിയോ എല്ലാം എടുത്ത് ഓണാക്കാനൊക്കെ നോക്കും. പക്ഷേ അതിൽ നിന്ന് പാട്ട് വരികയോ അത് ഓണാവുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒരുപാട് വർഷം പഴക്കമുണ്ട്. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ബൾബുകളെല്ലാം മിന്നിത്തെളിയും. പെട്ടെന്ന് റേഡിയോ ഓണായി. അതിൻ്റെ അകത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം. സുവർണമായ റേഡിയോ സ്റ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും റേഡിയോ സ്റ്റേഷൻ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇങ്ങനെ റേഡിയോയിൽ നിന്ന് അമാനുഷികമായ സൗണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ അതിലൊരുത്തൻ അവന്റെ ഭാര്യ മരിച്ചിട്ട് ഭാര്യനെ പ്രേതമായി കാണാൻ വേണ്ടി പ്രേതത്തെ തേടി ഇറങ്ങിയതാണ്. അവൻ പറയും, ഭാഗ്യ, നീയാണോ? നീ അല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൂടെ നിൽക്കുന്നവൻ പറയും, നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യം. അന്നേരം നീ നിന്റെ ഭാഗ്യനെ തേടിക്കൊണ്ടിരിക്കുകയാണോ? അത് പ്രേതവാടാന്ന് പറയും. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് ആൾക്കാരോടെല്ലാം പുറത്തു പോകാൻ പറഞ്ഞിട്ട് നായകൻ അവിടെയെല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നടന്ന് അന്ന് ആ കൊലപാതകങ്ങൾ നടന്ന ബേസ്മെന്റിന്റെ വാതിലിനടുത്തെത്തും. അപ്പോഴേക്കും പുറത്തുനിന്ന് നായിക വിളിക്കുന്ന ഒച്ച കേൾക്കാം. അവൻ ആ ഒച്ച കേട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് ഓടി വന്നു കഴിയുമ്പോൾ അവര് വന്ന ആ വാൻ മുഴുവനായിട്ടും തീ പിടിച്ചിരിക്കുക. അങ്ങനെ അവരെല്ലാം പേടിച്ച് നിൽക്കുമ്പോൾ ആ സീൻ അവിടെ കട്ടാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവര് രാവിലെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ തീ പിടിച്ച വാൻ അടുത്ത് വർക്ക്ഷോപ്പിൽ നന്നാക്കാനും കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്രെയിൻ വെച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നായകി പറയും, എനിക്ക് എന്താണോ അത് അത്ര
നിസാരമായിട്ട് തോന്നുന്നില്ല. അത് ശരിക്കും പ്രേതമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പോയെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് എന്തോ പന്തികേട് തോന്നുന്നു. നമ്മൾ ഒരിക്കലും സുവർണമായേ പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ക്രെയിനിൽ പൊക്കിയ കാറ് അപ്പോൾ തന്നെ അതിന്റെ ആ ബന്ധം വിട്ട് താഴത്തേക്ക് പതി. ഇവര് പറയുന്ന കേട്ട് ആ പയ്യനും ഞെട്ടി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ചായയെല്ലാം താഴെ വീണു. അവൻ ചായ കൊടുത്തോണ്ടിരുന്നെല്ലാം നിർത്തിയിട്ട് അവരുടെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾ സുവർണമായ റേഡിയോ സ്റ്റേഷന്റെ കാര്യം തന്നെയാണോ പറഞ്ഞത്? നിങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നോ? നിങ്ങൾ എന്തിനാ അവിടെ പോയത്? അവിടെ പോയവരാരും ഇതുവരെ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ ഒരിക്കലും അവിടെ പോകാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി മഞ്ഞൾ തേച്ച് കുളിച്ച് പൂജ ചെയ്യാൻ പറയും. നിന്നോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അമ്മയാ എന്നോട് പറഞ്ഞതെന്ന് പറയും. അത് ഞാൻ കൊച്ചു പോയി കഴിയുമ്പോൾ അവരാകെ പേടിച്ച് നിൽക്കുക. അവൻ പറയും, നമ്മൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ നമ്മളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ലായിരുന്നോ? അതുപോലെ അവന്റെ അമ്മ അവനെ പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞ് അവൻ അത് വളരെ കൂളായിട്ടാണ് എടുക്കുന്നത്. അന്ന് രാത്രി ലോക്കോ പൈലറ്റും അസിസ്റ്റന്റും കൂടെ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാടിന് നടുവിലെത്തുമ്പോൾ റെഡ് സിഗ്നൽ കണ്ട് നിർത്തും. പൈലറ്റ് ചോദിക്കും, നീ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഒരു റെഡ് സിഗ്നൽ കണ്ടു. ഇവിടെ കാട്ടിലെവിടുന്ന റെഡ് സിഗ്നൽ? ഒരുപക്ഷെ എന്തെങ്കിലും പാളത്തിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതെ സാർ, ഇവർക്ക് എപ്പോൾ നോക്കിയാലും മെയിൻ്റനൻസ് വർക്കാ, എന്നാൽ നേരെ ചൊവ്വേ ചെയ്യത്തുമില്ല. അതൊക്കെ ശരി, എന്തായാലും ഞാനൊന്ന് മയങ്ങാൻ പോവാ, ഇനിയുള്ള കാര്യങ്ങൾ നീ നോക്കിയോ എന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ച് അയാള് ചെറുതായി ഒന്ന് മയങ്ങാനായി കിടക്കും. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് സുവർണമായെന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു റേഡിയോ അയാളുടെ കയ്യിലുണ്ട്. അതിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ലൈറ്റ് ഒക്കെ കത്തി അത് പതിയെ ഓണാവാനായിട്ട് തുടങ്ങും. ഇതേ സമയത്ത് ആ ജനലരികിലൊരു വൃദ്ധയായ സ്ത്രീ വന്നിട്ട്, മോനെ എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരാമോ എന്ന് ചോദിക്കും. അയാള് പറയും, കിളവി, നിനക്കൊരു സാമാന്യബോധം പോലും ഇല്ലേ? ഈ പാതിരാത്രിയില് ആരുമില്ലാത്ത സ്ഥലത്ത്, അത് കാട്ടില്, ഇവിടെയാണോ നീ പിച്ച എടുത്തുകൊണ്ടിരിക്കുന്നേ? അത് നീ പിച്ച ചോദിക്കുന്നത് ലോക്കോ പൈലറ്റിനോട്. നിനക്ക് എന്നാ ധൈര്യം വേണം? മോനെ, അത് വേറൊന്നുമല്ല, ഞാൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി, എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കയ്യിലുള്ളത് എന്തെങ്കിലും താ. അയാള് പറയും, എന്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നേക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ തരാന്ന് പറയും. അങ്ങനെ അയാൾ ആ ഭക്ഷണം എടുക്കാൻ വേണ്ടി കുനിയണ സമയത്ത് അയാളുടെ ഫോൺ താഴെ വീണ് ശബ്ദം കേട്ട് പൈലറ്റ് ഉണരും. അയാൾ ദേഷ്യപ്പെട്ട്, നീ എന്താ ഈ ചെയ്യണേ എന്ന് ചോദിച്ച് ആ ജനല് ശക്തിയായി അടയ്ക്കും. അസിസ്റ്റന്റ് പറയും, ഞാൻ ആ പാട്ടി പിച്ച ചോദിച്ചുകൊണ്ട് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാ, അത് ഇത്രയ്ക്ക് വലിയ തെറ്റാണോ എന്ന് ചോദിക്കും. നീ എന്താ ഈ പറയണേ? നിനക്ക് സാമാന്യ ബോധമില്ലേ? ഈ എഞ്ചിന്റെ ഹൈറ്റ് എന്താണ് എന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ? ഒരാൾ ഈ റെയിൽപാളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അയാളെ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. പിന്നെ എങ്ങനെയാ കിളവി ഇത്ര ഹൈറ്റിൽ ജനലിൽ വന്ന് നിന്നോട് സംസാരിക്കും? ഇത് കഴിയുമ്പോഴാണ് ആ ട്രെയിനിന്റെ വെളിയിലുള്ള ഭാഗം നമ്മളെ കാണും. ആ പ്രായം ചെന്ന സ്ത്രീ നിൽക്കുന്നത് വായുവിലാണ്. അവരുടെ കാല് നിലത്ത് തൊട്ടിട്ടില്ല. ഇത്രയും നേരം ഒരു പ്രേതത്തോടാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഓണാകുന്നില്ല. പെട്ടെന്ന് അവരുടെ കൈവശമുണ്ടായിരുന്ന ആ റേഡിയോ തന്നെ ഓണായി അതിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വരും. നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ സുവർണമായ റേഡിയോ സ്റ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരുടെ ജീവൻ അതിക്രൂരമായ അവരെ വിട്ട് പിരിയാൻ പോകും. ഈ പാട്ട് ഞാൻ അവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യും എന്ന് പറഞ്ഞ ആ ശബ്ദം തീരുന്നതോടുകൂടി അവരുടെ കഥയും കഴിയും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ ഹീറോയുടെ വീട്ടിലേക്ക് ആ കൊച്ചു പെൺകുട്ടി കടന്നു വരികയാണ്. നമ്മൾ നേരത്തെ ഗോസ്റ്റ് ടൂറിൽ കണ്ട ഒരു പെൺകൊച്ചില്ലേ, ആ കുട്ടിയാണത്. അവള് കയറി വരുമ്പോൾ ഹീറോ അവൾക്കൊരു മുട്ടായി കൊടുക്കും. അവളത് വാങ്ങിച്ച് ഒരു വ്യത്യസ്തമായ ഒരു പേഴ്സിൽ വെക്കും. അവൻ ചോദിക്കും, നിനക്ക് എവിടുന്ന് കിട്ടി ഈ പേഴ്സ്? അവള് പറയും, നമ്മൾ ഗോസ്റ്റ് ടൂറിന് പോയില്ലേ, അപ്പോ ആ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാ. ഹീറോ അവളെ നോക്കി, നീ ആള് കൊള്ളാലോ. ഇങ്ങനെ അവര് തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു കോള് വരുന്നത്. അത് അവന്റെ ഫ്രണ്ടാണ്. അവൻ പറയും, നമ്മൾ കഴിഞ്ഞ ദിവസം ഗോസ്റ്റ് ടൂറിന് പോയില്ലേ, അപ്പോൾ 2 ലോക്കോ പൈലറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരെ ആരോ മൃഗീയമായി കൊന്ന് റെയിൽവേ പാളത്തിനടുത്ത് ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്ക് തോന്നുന്നത് ആ പ്രേതമാണെന്ന് തന്നെയാണ്. ഇപ്പോഴാ ബോഡി കാണാൻ വേണ്ടി നാട്ടുകാരും പോലീസും ഒക്കെ വന്നിട്ടുണ്ട്. ആ പ്രേതം അവരെ ക്രൂരമായി കൊന്ന് അവരുടെ കൈയും കാലെല്ലാം ഒടിച്ച് ഒരു സ്വസ്തിക് ചിഹ്നത്തിന്റെ ഷേപ്പിലാക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ്. പോലീസും നാട്ടുകാരും ഒക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഹീറോ അവിടേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ സ്വസ്തിക് ചിഹ്നത്തിന്റെ രീതിയിൽ ആ ബോഡി കിടന്ന കാര്യം അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ കാക്കകൾ ഒച്ചവെച്ച് പറക്കുന്നതും റെയിൽവേ പാളത്തിനടുത്തായിട്ട് ഒരു വലിയ കുഴിയും അതിൽ തലയോട്ടി പോലെ എന്തോ ഒന്ന് കിടക്കുന്നതായിട്ടും അയാൾക്ക് തോന്നുന്നു. ഈ റെയിൽവേ പാളത്തിനടുത്ത് തന്നെ ആയിട്ടാണ് സുവർണമായ റേഡിയോ സ്റ്റേഷൻ. അയാൾ അത് കഴിഞ്ഞ് അവിടേക്ക് ചെന്ന് അവിടെയെല്ലാം ഒന്നുകൂടി തിരഞ്ഞു നോക്കും, എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ അയാൾ അവിടെയെല്ലാം തിരഞ്ഞു കഴിയുമ്പോൾ അവിടെ പൊട്ടിച്ചിതറി കിടക്കുന്ന കുറെ ഫോട്ടോ ഫ്രെയിമിന്റെ ഇടയിൽ നിന്ന് അയാൾക്കൊരു പേപ്പർ കഷ്ണം കിട്ടും. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്വർണമായ റേഡിയോ സ്റ്റേഷന്റെ പിന്നിലെ ശബ്ദം ആരുടെയാണ്? ഈ മാധുര്യമാർന്ന ശബ്ദത്തിന്റെ ഉടമ ആരായിരിക്കും? അങ്ങനെ ഒരു ഹെഡിങ്ങോട് കൂടിയാണ് ആ ന്യൂസ് വന്നിട്ടുള്ളത്. ഹീറോ ആ ന്യൂസ് കട്ടിംഗ് അവിടെ നിന്ന് എടുക്കും. അതിനുശേഷം അവര് പോകാൻ മടിച്ചിരുന്ന ആ ബേസ്മെന്റിലേക്ക് അയാൾ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ കൂടിക്കിടക്കുന്ന കുറെ സിലിണ്ടറുകളും ഒരു ടോർച്ച് ലൈറ്റും അയാളുടെ കണ്ണിൽപ്പെടുന്നത്. ആ ടോർച്ച് ലൈറ്റ് എടുത്ത് തെളിച്ചു നോക്കുമ്പോൾ ആദ്യം ഒന്നും റെഡിയാകുന്നില്ലെങ്കിലും പിന്നീട് 2 തട്ടൊക്കെ തട്ടി ഒന്നുകൂടി തിരിച്ചു നോക്കുമ്പോൾ ആ ലൈറ്റ് ഓൺ ആകും. അയാൾ അവിടെയെല്ലാം ഒന്ന് പരതി നോക്കുമ്പോൾ ആ ഭിത്തിയിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ സ്വസ്തിക് ചിഹ്നവും വരച്ചു വെച്ചിട്ടുണ്ട്. 1989 ഈ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമായത്. ആ ദിവസത്തെ പത്രക്കട്ടിംഗ് ആണ് അയാളുടെ കൈവശമുള്ളത്. ഹീറോ ആ വർഷത്തെ എല്ലാ പത്രക്കട്ടിങ്ങും എടുത്ത് പരിശോധിച്ചു നോക്കി കഴിയുമ്പോൾ അതിൽ
അസ്വാഭാവികമായിട്ടൊരു കാര്യം നടന്നിട്ടുണ്ട്. നമ്മൾ സിനിമയുടെ തുടക്കത്തിലേ കണ്ട ആ നിഷ്ഠൂരമായ കൊലപാതകം ആ വർഷം തന്നെയാണ് നടന്നിരിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവന്റെ കൂട്ടുകാരും ഗേൾഫ്രണ്ടും ഒക്കെ അവനോട് ദേഷ്യപ്പെടുവാണ്. ഇത്രയോ നേരം നീ എവിടെയായിരുന്നു? നിന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, നീ ഇതൊന്ന് വന്ന് നോക്കാൻ പറയും. അവൻ നോക്കി കഴിയുമ്പോൾ ആ ലോക്കോ പൈലറ്റ് മരിച്ചില്ല, അവരുടെ ഫോട്ടോയാണ് അവർ കാണിക്കുന്നത്. അവർ